400 സീറ്റ് ഉറപ്പായി കിട്ടുമെന്ന് പ്രഖ്യാപിച്ച മോഡി ഭരണകൂടം എത്ര വെപ്രാളത്തിലാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വലിയ വെപ്രാളമാണ്, അനിശ്ചിതത്വമാണ് സംഘപരിവാർ ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തണം, ഇന്ത്യ മുന്നണിയെ തകർക്കണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ ഫണ്ട് മുഴുവൻ മരവിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ കൈയും കാലും കെട്ടിയിടുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം. മറുവശത്ത് ഈ ബോണ്ട് വഴി അവിഹിതമായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കോടാനുകോടി രൂപ അഴിമതി നടത്തി പിരിച്ചെടുക്കുന്നു BJP. അഴിമതിയാണ്. കാരണം വ്യവസായ സ്ഥാപനങ്ങളിൽ ED കൊണ്ടും CBI കൊണ്ടും റെയ്ഡ് നടത്തിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് 500-1000 കോടി രൂപ അവരുടെ ബോണ്ടായി വാങ്ങിക്കുന്നു. അഴിമതി നടത്തി ഒരു വശത്ത് BJP പണസമ്പാദനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ ദുഷിപ്പിക്കുമ്പോൾ, അമിതമായ പണം കൊടുത്ത് ദുഷിപ്പിക്കുമ്പോൾ, മറുവശത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ള പണം, വ്യവസ്ഥാപിതമായ പണം പോലും ചെലവാക്കാൻ കഴിയാത്ത തരത്തിൽ കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടം അവരുടെ അവസാന ഘട്ടത്തിൽ എന്നതുപോലെ അഴിഞ്ഞാടുന്ന കാര്യമാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത്. ഈ കെജ്രിവാളിനെ മുഖ്യമന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഈ കേന്ദ്ര ഏജൻസി, എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ വരുമ്പോൾ വളരെ സൈലൻ്റ് ആവുകയാണ്, അവർ വളരെ നിശബ്ദമാവുകയാണ്. എവിടെ പോയി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴ കേസ്, കരുവന്നൂർ ED കേസ്, മാസപ്പടി കേസ്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ വളരെ മൃദു സമീപനമാണ് പിണറായി സർക്കാരിനോട് കാണിക്കുന്നത്. അത് കേരളത്തിലെ CPM നേതൃത്വവും ശ്രീ പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും ആയിട്ടുള്ള അവിഹിതമായ ബന്ധത്തിൻ്റെ, അവിഹിതമായ ബാന്ധവത്തിൻ്റെ പ്രതിഫലനമാണ്. കാരണം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന BJP കേരളത്തിൽ പിണറായിയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CPM നേതാവിൻ്റെയും BJPയുടെ കേന്ദ്രമന്ത്രിയുടെയും ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ചോദ്യം ചെയ്യാത്തതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ അതുതന്നെയാണ്. BJPയെ ഭയന്നും BJPയെ പേടിച്ചുമാണ് കേരളത്തിലെ ഭരണകൂടം നിലകൊള്ളുന്നത്. കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന CPM നേതാവ്, മുൻ MLA ഡൽഹിയിൽ പോയി BJP നേതാവിനെ സന്ദർശിച്ച് വാർത്ത കൊടുത്തിട്ട് അതൊരു സൗഹൃദ സന്ദർശനം എന്ന് പറയുന്ന തലത്തിലേക്ക് കേരളത്തിലെ CPM താഴേക്ക് പോയിരിക്കുകയാണ്. മുൻ MLA രാജേന്ദ്രൻ കാണാൻ പോയത് സീതാറാം യെച്ചൂരിയെ അല്ല, പ്രകാശ് കാരാട്ടിനെയോ വൃന്ദ കാരാട്ടിനെയോ അല്ല. AKG ഭവനിലേക്ക് രാജേന്ദ്രൻ പോയില്ല. രാജേന്ദ്രൻ പോയത് കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുടെ വസതിയിലാണ് പോയത്. അത് ഈ പാർട്ടിക്കൊരു കുഴപ്പമില്ല. പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചു പോയി കാപ്പി കുടിക്കാൻ പോയതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയ CPM ആണ്. നിങ്ങൾ ആലോചിച്ചോളൂ, പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ CPM നേതാക്കൾ അവരുടെ നാവ് ഉപ്പിലിട്ട് വച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാജേന്ദ്രൻ മുൻ MLA പോയി പ്രകാശ് ജാവദേക്കറിൻ്റെ വസതി സന്ദർശിച്ചിട്ട് കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് യാതൊരു അനക്കവുമില്ല, ഒരു പ്രതിഷേധവും ഇല്ല, ഒരു പരിഭവവും ഇല്ല, നിൽക്കുകയാണ് ഇങ്ങനെ.